നമസ്കാരം. ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഉത്തർപ്രദേശ് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ്. ഉത്തർപ്രദേശ് ഭരിക്കുന്നവർ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നവർ ദില്ലിയിലും വിജയിക്കും എന്ന അല്ലെങ്കിൽ ദില്ലിയിൽ സർക്കാർ ഉണ്ടാക്കും എന്ന ഒരു പഴഞ്ചൊല്ല് നേരത്തെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 2014-ലും 2019-ലും BJP ഏറ്റവും അധികം ശ്രദ്ധ വച്ചത് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലായിരുന്നു. ഇത്തവണയും സ്ഥിതിഗതികൾക്ക് മാറ്റമില്ല. ഉത്തർപ്രദേശിൽ വലിയ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ പത്രിക സമർപ്പിച്ചതോടുകൂടി ഉത്തർപ്രദേശിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് പാർട്ടി. അതായത് 2014-ലാണ് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകൾ ഉത്തർപ്രദേശിൽ BJP നേടിയത്. 71 സീറ്റുകൾ ആ സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ BJP നേടിയിരുന്നു. അന്ന് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ ആയിരുന്നു. 2019-ൽ BJPയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി ആശങ്കാജനകമായിരുന്നു ഉത്തർപ്രദേശിൽ. കാരണം പ്രചരണങ്ങൾ അങ്ങനെയായിരുന്നു. ഒരു മഹാസഖ്യം അവിടെ രൂപപ്പെടുന്നു. ആ മഹാസഖ്യം BJPയുടെ സീറ്റുകൾ കുറച്ചേക്കാം, വലിയ രീതിയിൽ കുറച്ചേക്കാം, ആ സീറ്റുകൾ 50-ന് താഴേക്ക് പോകും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. 9 സീറ്റിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. 68 സീറ്റുകൾ നേടി BJPയുടെ കോട്ടയാണ് ഉത്തർപ്രദേശ് എന്ന് അവർ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. 2024-ൽ സ്ഥിതി വളരെയധികം വ്യത്യസ്തമാണ്. അവിടെ യോഗി ആദിത്യനാഥ് തുടർഭരണം നേടുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട്. ഒപ്പം രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും എല്ലാം വലിയൊരു രാഷ്ട്രീയ തരംഗം ഉത്തർപ്രദേശിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ BJP ഇത്തവണ ലക്ഷ്യമിടുന്നത് 72-ഓ 68-ഓ ഒന്നുമല്ല, 80 സീറ്റുകളും നേടണം എന്ന് തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സംസ്ഥാനത്ത് മത്സരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്വാധീനം എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകണം. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം തോൽപ്പിച്ചുകൊണ്ട് മുഴുവൻ സീറ്റുകളും പിടിക്കാനാണ് ഇപ്പോൾ BJP ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും കേന്ദ്രമന്ത്രി അമിത് ഷാ ഉത്തർപ്രദേശിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. അതായത് ഇതിനോടകം തന്നെ 4 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉത്തർപ്രദേശിൽ 39 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇനി 41 സീറ്റുകളിലാണ്, ഇനി വരുന്ന 3 ഘട്ടങ്ങളിലായി 41 സീറ്റുകളിൽ വാരാണസിയും റായ്ബറേലിയും അതുപോലെ തന്നെ അമേഠിയും അടക്കം 41 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ 39 സീറ്റുകളും ഉറപ്പിച്ച് മുന്നേറുകയാണ് BJP എന്നാണ് പാർട്ടി പ്രവർത്തകരും നേതൃത്വവും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 41 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് വലിയ ഒരു ശക്തിയായി മുഴുവൻ സീറ്റുകളും പിടിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി ഉത്തർപ്രദേശിൽ മാറാനാണ് BJP ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം അമിത് ഷായുടെ നേരിട്ടുള്ള ശ്രദ്ധയെത്തുന്നുണ്ട്. മൊത്തത്തിൽ BJPയുടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിൽ BJPയുടെ പ്രചരണത്തിന് അമിത് ഷായും അതുപോലെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടങ്ങുന്ന ഒരു സംഘം തന്നെ ഇപ്പോൾ BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.